നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് ആദ്യം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കേൾക്കുക. ഒന്ന്, കഴിഞ്ഞ ദിവസം ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ഇംപ്രൂവ്മെന്റ് സേയുടെ പരീക്ഷ സെപ്റ്റംബർ 22-ാം തീയതി. അന്നേരം തന്നെ ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ എഴുതി, യൂട്യൂബിനകത്ത് മെസ്സേജ് ഇടുന്നു. നമ്മൾ എപ്പോഴും ടെൻഷനാണ്, ഇപ്പോഴും നമ്മൾ ടെൻഷനാണ്. ഈ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നിങ്ങൾക്ക് അന്നേരം മനസ്സിലായില്ല, അത് ഇത് +2-ന്റെ സേ ഇംപ്രൂവ്മെന്റിന്റെ ടൈം ടേബിളാണ്. അന്നേരം ഈ കൊറോണ ഉള്ള സമയത്ത് പോലും ആ പരീക്ഷ കൃത്യമായിട്ട് നടത്തും എന്ന് തന്നെ പറയുന്നുണ്ട്. കൂടുതൽ റിപ്പോർട്ടുകൾ കൂടുതലാണെങ്കിൽ മാത്രമേ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉള്ളെന്ന് പറയുന്നുണ്ട്. അന്നേരം കൃത്യമായി നിങ്ങളുടെ ഇംപ്രൂവ്മെന്റും നടക്കും എന്നുള്ളത് ഉറപ്പാണ്. സെപ്റ്റംബറിൽ നടക്കത്തില്ലായിരിക്കാം, ഒരുപക്ഷെ ഒക്ടോബർ, എൻ്റെ ഒരു കാൽക്കുലേഷൻ ആണ് പറയുന്നത്, ഒക്ടോബർ 10-ാം തീയതി ആവുമായിരിക്കാം. പക്ഷേ അന്നേരത്തേക്ക് നമുക്ക് പെട്ടെന്ന് വരുമ്പോഴത്തേക്കും ടെൻഷനായി പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഈ കഷ്ടപ്പെടുന്ന എല്ലാം പോവും. അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ പോവാണ്. ഒന്ന്, ടൈം ടേബിളിൽ ഒരു വ്യത്യാസം വരുത്താൻ പോവാണ്. കാരണം ഞാനിപ്പം നിങ്ങൾക്ക് തരുന്ന ടൈം ടേബിൾ ഏതൊക്കെ ദിവസമാണ്? ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയാണ്. അതുകൊണ്ടുള്ളൊരു ഗുണവും ദോഷവും എന്ന് പറയുന്നത്, ഞാൻ കഷ്ടപ്പെട്ടായാലും ക്ലാസ് എടുത്ത് തരും, അതിനകത്ത് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് മെസ്സേജ് അയച്ചു. കാരണം അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ ചൊവ്വാഴ്ച ഒരു ക്ലാസ് ഇട്ടു, അത് കണ്ടു തീരുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരേപോലെ നെറ്റ്വർക്കിന്റെ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ സ്പീഡോ ഡേറ്റയുടെ സ്പീഡോ ഒന്നും കാണണമെന്നില്ല. ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ല. അന്നേരം എല്ലാ കുട്ടികളും കാണാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അന്നേരം ഉറപ്പായിട്ടും ഞാൻ അതിനകത്തൊരു ചെറിയ മാറ്റം വരുത്തുകയാണ്. ആദ്യത്തെ കൂട്ട് തന്നെ ആക്കുകയാണ്, 2 ക്ലാസ് ആക്കുകയാണ്, ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും. ഇത് വളരെ സീരിയസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങളും ഷെയർ ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും അറിയാവുന്നവർക്കെല്ലാം, സ്കൂളിലുള്ള കുട്ടികളാണെങ്കിലും ബാക്കി നമുക്ക് അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. അന്ന് നമുക്ക് ലെങ്തി ആയിട്ട് ഓരോരോ മണിക്കൂർ 2 മണിക്കൂർ വെച്ച് ക്ലാസ് എടുക്കാം. ഇപ്പം 4-ാമത്തെ ചാപ്റ്റർ ഓസിലേഷൻ ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. ഒരുപാടൊന്നും ഇല്ല, നമുക്ക് 2 ക്ലാസ് കൊണ്ടൊക്കെ ഏകദേശം അത് തീരും. പക്ഷേ ഈ 2 ദിവസമായിരിക്കും ഇനി ക്ലാസ്. ടൈം ടേബിൾ എന്ന് പറയുന്നു, ഒരു 3 ആഴ്ച മുമ്പ് എന്തായാലും നോട്ടിഫിക്കേഷൻ കിട്ടും. ടൈം ടേബിൾ എന്ന് പറയുന്നത് അന്ന് നമുക്ക് 3-4 ദിവസം ക്ലാസ് എടുത്ത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വന്നിരിക്കും. പോർഷൻ തീരുന്നതിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഇങ്ങനെ വരികയോ പോർഷൻ അതൊക്കെ മൈൻഡ് സെറ്റായിട്ട് കൃത്യമായിട്ട് ഞാൻ ചെയ്തോളാം. നിങ്ങൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ നിങ്ങൾ കണ്ടുവരുന്ന വീഡിയോസ്, ഇപ്പം ലാസ്റ്റിലൊക്കെ ഇപ്പം മോഷനെ സ്ട്രെയിറ്റ് ലൈൻ, ഇന്നലെ ഇട്ട ഓസിലേഷൻസ്, അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ കണ്ടുവരുന്നതിന് സ്ലോ ആകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ടു വരുന്നതേ ഉള്ളൂ, അങ്ങോന്ന് വരുന്നതേ ഉള്ളൂ. ഏതാ നമ്മുടെ ഡയമെൻഷൻസ്, റിജിഡ് ബോഡി, ഇതെല്ലാം കണ്ടു വരുന്നതേ ഉള്ളൂ. അന്നേരം ആ സമയം ഒരുപാട് പേർക്ക് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം തൽക്കാലം ഇങ്ങനെ പോകട്ടെ, 2 ദിവസം നമുക്ക് പോകാം, ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും. അതിനുശേഷം നമുക്ക് എന്ന് ടൈം ടേബിൾ ഫിക്സ് ചെയ്യുന്നു അന്ന് 3-4 ക്ലാസ് വെച്ച് നിങ്ങൾക്ക് ഇട്ടുതരാം. അന്നേരം നിങ്ങൾക്ക് പഠിക്കേണ്ടവരെല്ലാം അതിന്റെ കൂട്ടത്തിൽ പഠിച്ചു. അന്നേരം അത്യാവശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫെസിലിറ്റീസ് ഒരുക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു ഡേറ്റയുടെ ഇതിനകത്ത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടിന്യൂറ്റി പോയാൽ, അതിനെ എപ്പോഴും എടുത്തെടുത്ത് ഞാൻ ഈ ആദ്യത്തെ സമയത്ത് പറയുന്നത്, കണ്ടിന്യൂറ്റി പോയാൽ നമുക്ക് ഈ 2ാമത് പഠിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് +1-ൽ മാർക്ക് കിട്ടത്തുള്ളൂ. അന്നേരം അതിനകത്ത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും തിയറി പാർട്ടും ന്യൂമറിക്കൽസും എല്ലാം പഠിക്കണം. അതിനകത്ത് സ്കിപ്പ് ചെയ്ത് ഇനിയും ഒരു പരീക്ഷണത്തിന് നിങ്ങൾ തയ്യാറാകരുത്. അത് സീരിയസ് ആയ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് വളരെ കാര്യമായിട്ട് എടുക്കുക. കാരണം ഓസിലേഷൻസ് ഒക്കെ നല്ല ഡെറിവേഷൻസ് ആണ്. ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്, സിമ്പിൾ ആണ്, പക്ഷെ ഡെറിവേഷൻസ് ഉണ്ട്. ഓസിലേഷൻ വേവ്സും ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, തെർമൽ പ്രോപ്പർട്ടീസ് അടങ്ങുന്ന ചാപ്റ്റർ ഒന്നും പലരും, ഒട്ടുമിക്ക കുട്ടികളും സ്കിപ്പ് ചെയ്ത് ഉപയോഗിക്കുന്ന ചാപ്റ്ററാണ്. ഇനി അങ്ങനൊരു അവസ്ഥ ഉണ്ടാകാതെ നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അന്നേരം ഓർക്കുക, ഇമ്പ്രൂവ്മെന്റും പരീക്ഷ നടക്കും, കൃത്യമായി നടക്കും. ഒരു ഒക്ടോബർ 10 ആ റേഞ്ചിലേക്കൊക്കെ 2ാമത്തെ ആഴ്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഡേറ്റിനെ കുറിച്ച് അറിയത്തില്ല, എൻ്റെ ഒരു കാൽക്കുലേഷൻ പറയുകയാണ്. എന്തായാലും സെപ്റ്റംബർ 22-ാം തീയതി +2 സേകളിടത്തോളം കാലം ഇത് കുറച്ചുകൂടെ ഒന്ന് മാറും. അന്നേരം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പതുക്കെ ഇരുന്ന് വീഡിയോ കണ്ട് നോട്ടെല്ലാം എഴുതി നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ചൊവ്വ മുതൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഏകദേശം ഒരു 4-5 ദിവസം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്. അതിനിടയിൽ 4 ദിവസത്തോളം ഗ്യാപ്പുണ്ട്. അതിനിടയിൽ ഈ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ക്ലിയർ ആക്കി അതെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, അത് ഒരു കാര്യം.
ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പരീക്ഷ നടത്തുന്നതിനെ കുറിച്ചെല്ലാം പറഞ്ഞു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ +1 റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. +1 റെഗുലർ ക്ലാസ് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കാരണം നിങ്ങൾ +1 ഇംപ്രൂവ്മെന്റ് ആണ്. +1 റെഗുലർ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 പോകുന്ന കുട്ടികൾക്ക്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പോകുന്ന കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെക്കാട്ടി പരിതാപകരമാണ് അവരുടെ അവസ്ഥ. കാരണം അവര് സ്കൂളിലേ പോകുന്നില്ല. നമ്മൾ സ്കൂളിൽ പോയിട്ട് ഇമ്പ്രൂവ്മെന്റ് എന്നുള്ളത് അവർക്ക് ഇമ്പ്രൂവ്മെന്റ് എന്തുവെന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന കേരളത്തിലെ ലക്ഷം കുട്ടികളുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടിരിക്കുന്നവർ. അന്നേരം അവരിതിനെ ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരുപാട് പേരുണ്ട്. അതിന്റെ പരിണത ഫലമാണ് നമുക്ക് ഈ ഇമ്പ്രൂവ്മെന്റിലൊക്കെ നല്ല മാർക്ക് കിട്ടുന്നത്, മാർക്ക് ഒരുപാട് കുറയാനുള്ളതൊക്കെ. കാരണം ഫുൾ A+ കിട്ടി. ഒരുപാട് എനിക്ക് നല്ലൊരു മെസ്സേജ് ഒക്കെ വന്നത്, ഞാൻ എടുത്ത് പറയുന്ന നിലമ്പൂർ എന്നൊരു പയ്യൻ, അപ്പോൾ എൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഞാൻ എടുത്ത് പറയുന്ന ആ പയ്യൻ എനിക്ക് വളരെ കാര്യമായിട്ടൊരു മെസ്സേജ് അയച്ചു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ച പയ്യനാണ്. പക്ഷേ എനിക്ക് എയിംസിൽ, ഡൽഹി എയിംസിൽ MBBS അഡ്മിഷൻ കിട്ടണമെന്ന് ഒരു നല്ല ഫ്യൂച്ചറിനെ കുറിച്ച് നല്ല ഇതായിട്ടുള്ളൊരു പയ്യൻ, നല്ല കരുതലുള്ളൊരു പയ്യൻ. പക്ഷെ പയ്യൻ നന്നായിട്ട് +1 വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ +1 മാർക്ക് വന്നപ്പോൾ നന്നായിട്ട് മാർക്ക് കുറഞ്ഞു. ഒരു ക്ലാസ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജാണ്. ഞാൻ അതിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞത് 10ാം ക്ലാസ്സിനെക്കാട്ടിൽ 1000 ഇരട്ടി പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇവർക്കും രക്ഷകർത്താക്കും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ +1 റെഗുലർ തുടങ്ങുന്നത് കുറച്ച് നിങ്ങൾക്ക് ഉപകാരമാണ്. കാരണം ഒരു ചാപ്റ്റർ ഞാൻ വളരെ 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 സിമ്പിളായിട്ടിരിക്കും, വളരെ കാര്യമായിട്ട് എല്ലാ പോർഷൻസും എല്ലാ എക്സാമ്പിൾസും ഒക്കെ വെച്ചായിരിക്കും കുറച്ചുകൂടെ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് കേട്ടാലും അത് ഗുണകരം തന്നെയാണ്. കാരണം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അതിനകത്തൊരു ഈഗോ വരരുത്. നിങ്ങൾക്കറിയാവുന്ന അത് പബ്ലിക്കായിട്ടാണ്, നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ സുഹൃത്തുക്കൾക്കോ ഒക്കെ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാ ബുധനാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും +1കാർക്കുള്ള ക്ലാസ്സുകൾ കൊടുക്കും. അത് നിങ്ങൾക്കും കേൾക്കാം. അത് കേട്ട് കുറച്ചുകൂടെ എക്സാമ്പിൾസും ആപ്ലിക്കേഷൻസും ഒക്കെ കേട്ട് പഠിക്കാം. അന്നേരം ഈ 2 തീരുമാനങ്ങൾ കറക്റ്റായിട്ട് വലിക്കുക. ഓസിലേഷൻസിലേക്ക് നമുക്ക് പോകാം. പിന്നെ മറ്റൊരു കാര്യം 30ാം തീയതി നമ്മൾ ക്ലോസ് ചെയ്യാണ് അഡ്മിഷൻ്റെ. അതുവരെ നിങ്ങൾക്ക് വിളിക്കാം. ആരെങ്കിലും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. കൃത്യമായിട്ട് ആഡ് ചെയ്ത് പോകും വാട്സപ്പ് ഗ്രൂപ്പിനകത്ത്. ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ഇനിയും ഓരോ ഗ്രൂപ്പിനും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നേരം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ കേൾക്കണം നിർബന്ധമായിട്ടും, പഠിക്കണം നന്നായിട്ട്. കണ്ടിന്യൂറ്റി ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഗ്യാപ്പ് തന്നേക്കുന്നത്. പോർഷൻ തീർക്കുന്നതൊക്കെ ഞാൻ ആ ജോലി കൃത്യമായി ചെയ്തോളാം, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, അന്നേരം നമുക്ക് ഓസിലേഷൻസിന്റെ ഡെറിവേഷൻസിലോട്ടൊന്ന് പോവാം. സീരിയസ് ആയിട്ട് പഠിക്കും, വെരി വെരി നമുക്ക് വളരെ സീരിയസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ട് എഴുതി നല്ല വൃത്തിയായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇനിയും പറയാൻ പോകുന്ന ഓസിലേഷൻ്റെ ഓരോ ടോപ്പിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നിർബന്ധമായിട്ട്, കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, ഇതാണ് ടോപ്പിക്ക്. ആദ്യം നമ്മൾ തുടങ്ങുന്നത് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് ഉണ്ടായിരുന്നു ഓസിലേഷനകത്ത്. നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതെല്ലാം ഒരുപാട് വർഷം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, നോക്കുമ്പോൾ കാണാം. അതുപോലെ നമ്മൾ അങ്ങ് സ്കിപ്പ് ചെയ്തൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്ന മറ്റൊരു പോർഷൻ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്, എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റി, അന്നേരം ചിലർ എഴുതി വെക്കും വെലോസിറ്റി ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതല്ല, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റി എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. അതിന് ഞാൻ ഓൾറെഡി എഴുതി വെച്ചേക്കുകയാണ്. കാരണം എന്താ അറിയോ, കുറച്ച് വലുതായിട്ടും ഒക്കെ ശക്തമായിട്ടൊക്കെയാണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. അന്നേരം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാര്യമായിട്ട് എടുക്കാം, അത്രയും സമയം നമുക്ക് ലാഭിക്കാം. നന്നായിട്ട് പറഞ്ഞു തരാനുണ്ട് ഓരോ സ്റ്റെപ്പുകളും. അപ്പം നിങ്ങൾ ഓരോ സ്റ്റെപ്പ് നോക്കുക. നമുക്ക് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി കണ്ടുപിടിക്കണം, വി ആണ് കണ്ടുപിടിക്കേണ്ടത്. വിക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ അത് എന്താണ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആദ്യം ഞാൻ എടുത്തേക്കുന്ന ഇക്വേഷൻ y is equal to a sin omega t plus phi. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർക്ക് ഈ ക്ലാസ് ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം നിങ്ങൾ ഓർക്കുക, ദാണ്ടിത് x is equal to a cos omega t plus phi എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം
ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. അതിനകത്ത് എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്, എക്സ് എന്ന് പറയുന്നത് എന്തോ ഡിസ്പ്ലേസ്മെന്റ്. കോസ് എന്ന് പറയുന്ന ഫംഗ്ഷന് പകരം ഇപ്പം കോസ് എന്ന് പറയുന്ന ഫംഗ്ഷനായിട്ട് നമുക്ക് സൈൻ വേണമെങ്കിൽ കൊടുക്കാം. എന്നാൽ ഞാൻ ഇവിടെ ആ എക്സ് എന്ന് പറയുന്നതിന് പകരം ഞാൻ വൈ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് എടുക്കും. ശ്രദ്ധിച്ചോണം, വൈ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്, എ ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ്. എപ്പോഴും ഓർക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സൈനും കോസിനും മുമ്പായിട്ട് കിടക്കുന്നതിന് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഡിനോട്ട് ലെറ്റർ എ, കോസിന് പകരം സൈൻ എന്നേ കൊടുക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. മറ്റേ ഇക്വേഷൻ അതേപോലെ എഴുതി, എക്സിന് പകരം വൈ, കോസിന് പകരം സൈൻ. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, y is equal to a sin omega t plus 5. ക്ലിയർ ആയല്ലോ? ഓരോ സ്റ്റെപ്പ് ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, ഇനി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് y ആണല്ലോ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് y ആണ്. അങ്ങനെയാണെങ്കിൽ v is equal to നമുക്ക് എങ്ങനെ എടുക്കാം? dy by dt, dy by dt. ഇനി ശ്രദ്ധിച്ചോണം, ഈക്വൽ d by dt of, d by dt of, ഇവിടെ മുതൽ മാക്സ് നന്നായിട്ട് വരുന്നതാണ്. d by dt of y-ക്ക് പകരം, ഈ y-ക്ക് പകരം ഞാൻ ഇത് കൊടുക്കുകയാണ്. y-ക്ക് പകരം a sin omega t plus 5. അന്നേരം v is equal to dy by dt is equal to d by dt of y-ക്ക് പകരം a sin omega t plus 5. രണ്ടാമത്തെ സ്റ്റെപ്പ് ക്ലിയർ. നല്ലതുപോലെ എഴുതി പഠിക്കണം കേട്ടോ. ഇനി a is equal to b is equal to c എന്നാണെങ്കിൽ നമുക്ക് a is equal to c എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അതാണ്, v is equal to a is equal to c എന്നുള്ള ഫോമിൽ v is equal to d by dt of a sin omega t plus 5. ഇത്രയും ക്ലിയർ ആയല്ലോ? 3 സ്റ്റെപ്പ്. അടുത്തതിലോട്ട് പോവാം. v is equal to, ഇവിടെ a ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. ഇതൊരു ഫംഗ്ഷൻ ആണ് സൈൻ ഒമേഗ ടി പ്ലസ് 5. സൈൻ തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് കോൺസ്റ്റന്റ് എടുക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് a കോൺസ്റ്റന്റ് ആണ്. a കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് പുറത്തെടുത്തിട്ട് വേണം ബാക്കിയുള്ളതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഡിഫറൻഷിയേഷൻ ഒക്കെ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അന്നേരം v is equal to a പുറത്തെടുത്തു, a കോൺസ്റ്റന്റ് ആണ്. ബാക്കിയുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. d by dt of സൈൻ ഒമേഗ ടി പ്ലസ് 5. ഞാൻ എത്ര സ്റ്റെപ്പ് പറഞ്ഞു? 1, 2, 3, 4. നല്ല പോലെ ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് അങ്ങ് എഴുതി പഠിച്ചു നോക്കണം ഇന്നത്തെ ടോപ്പിക്കുകളെല്ലാം കേട്ടോ. ഇനി d by dt of sin omega t plus 5 എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മാത്സിലെ കാര്യങ്ങൾ പഠിച്ചിട്ട് വരാം. ഒന്ന് നോക്കി, d by dt of sin x എന്ന് പറഞ്ഞാൽ cos x ആണ്. d by dx of sin x, d by dx ആകും, d by dt എന്ന് എഴുതിയാണ്. sin x എന്ന് പറഞ്ഞാൽ cos x ആണ്. d by dt അല്ലെങ്കിൽ d by dx of cos x എന്ന് പറഞ്ഞാൽ sin x ആണ്. d by dt of t എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. പിന്നെ നിങ്ങൾ മാത്സിൽ ട്രിഗണോമെട്രി +1 പഠിച്ചാണ്. cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് sin സ്ക്വയർ തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ cos തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ്, അല്ലേ, cos സ്ക്വയർ തീറ്റ 1 മൈനസ് sin സ്ക്വയർ തീറ്റ ആണെങ്കിൽ cos തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് sin സ്ക്വയർ തീറ്റ. ഇതിനകത്ത് നിന്ന് 1, 2, 3 കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നേക്കുന്നത് കേട്ടോ. ഇതൊക്കെ വളരെ വിലപിടിപ്പുള്ള മൂല്യനിധികളാണ് കേട്ടോ. ശ്രദ്ധിച്ചോണം. ഇതേപോലെ d by dt വരെ d by dx ഓഫ് sin x എന്ന് പറഞ്ഞാൽ cos x ആണ് കേട്ടോ. cos x ആണ്. ഞാൻ ഇതിനകത്ത് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. അന്നേരം ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. v is equal to a കോൺസ്റ്റന്റ് എടുത്ത് d by dt of sin omega t plus 5. ഇനി d by dt of sin omega t plus 5 ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നിങ്ങൾ d by dt of sin x എന്ന് പറഞ്ഞാൽ cos x. അന്നേരം d by dt of sin omega t plus 5 എന്ന് പറഞ്ഞാൽ ഇതിനെ നിങ്ങൾ അങ്ങ് sin x ആയിട്ട് അങ്ങ് എടുത്തു. അന്നേരം d by dt of sin x എന്ന് പറഞ്ഞാൽ cos x അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? v is equal to a into cos. പക്ഷെ ഇവിടെ ഒമേഗ ടി പ്ലസ് 5 ഉണ്ട്. കാരണം എക്സിന്റെ സ്ഥാനത്താണ് ഇവിടെ ഒമേഗ ടി പ്ലസ് 5. അന്നേരം v is equal to a d by dt of sin omega t plus 5 എന്ന് പറയുന്നത് cos omega t plus 5. അത്രയും വരെ എല്ലാവരും മനസ്സിലാക്കും. ക്ലിയർ ആവും. ഇനി എന്തുകൊണ്ട് ഇൻറ്റു ഒമേഗ എന്ന് എഴുതി? അന്നേരം നമ്മൾ എങ്ങനെ അറിയോ? ഇത് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തതിനു ശേഷം ഡിഫറൻഷ്യൽ പഠിക്കുമ്പോൾ ഡിഫറൻസിയേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ടി ഉള്ള ഭാഗം നമ്മൾ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അന്നേരം നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് d by dt ഓഫ് ഒമേഗ ടി. അതിന്റെ ഉത്തരമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അന്നേരം അവിടെ ഒമേഗ കോൺസ്റ്റന്റ്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഒമേഗ കോൺസ്റ്റന്റ്. അന്നേരം d by dt ഒമേഗ കോൺസ്റ്റന്റ് അത് പുറത്തെടുത്തിട്ട് d by dt ഓഫ് ടി. അതുകൊണ്ട് അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് d by dt യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അന്നേരം അത്
അതുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അന്നേരം ആദ്യം dy/dt ഓഫ് സൈൻ ഒമേഗ ടി പ്ലസ് വൈയുടെ കോസ് ഒമേഗ ടി പ്ലസ് വൈ ഇൻറ്റു ഒമേഗ ടിയെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അന്നേരം ഒമേഗ ടിയുടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു ഒമേഗ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഇനി ഈ ഒമേഗ ഞാൻ ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു, ഒരു കുറച്ചുകൂടെ ഒരു കൃത്യമായ മെത്തേഡിൽ കൊണ്ടുവരാൻ വേണ്ടി. അതായത് v ഈക്വൽ ടു a ഒമേഗ, ശ്രദ്ധിച്ചോണം, കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. a ഒമേഗ ഇങ്ങോട്ട് കൊണ്ടുവന്നു, a ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിച്ചോണം, v ഈക്വൽ ടു a ഒമേഗ. എന്തുകൊണ്ട് എങ്ങനെ എഴുതിയ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്? കാരണം കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതിനു വേണ്ടിയാണ് മുമ്പെല്ലാം എഴുതി വെച്ചത്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അതിന് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെയാണെങ്കിൽ കോസ് ഒമേഗ ടി പ്ലസ് വൈ നമുക്ക് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് വൈ എന്ന് എഴുതാമല്ലോ. കാരണം ഇത് നിങ്ങൾ തീറ്റ ആയിട്ട് എടുത്തു, കറക്റ്റ് ആയിട്ട് അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പോകാം. ഇത് ഡിവൈഡ് ബൈ എന്ന് അവസാനം എഴുതി പോകരുത് കേട്ടോ. അന്നേരം കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ വെച്ച് v ഈക്വൽ ടു a ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇനി അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്, v ഈക്വൽ ടു ഒമേഗ അവിടെ കിടക്കട്ടെ, a റൂട്ടിനകത്തോട്ട് നമുക്കങ്ങ് കൊണ്ടുപോകാം. റൂട്ടിനകത്തോട്ട് പോകുമ്പോൾ 1ന്റെ അവിടെ a പോകുമ്പോൾ, കാരണം റൂട്ട് ഓഫ് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ പുറത്ത് വരുമ്പോ a, അന്നേരം അകത്ത് വരുമ്പം ഈ a അകത്ത് പോകുമ്പോൾ എന്ത് വരും? a സ്ക്വയർ. അന്നേരം ഈ രണ്ട് ടേമിനും അത് ബാധകം. അത് നോക്കി, a സ്ക്വയർ മൈനസ് ഇവിടെ എന്ത് വരും? a സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് വൈ. നമുക്ക് വേണം ഇത് നിങ്ങളെ ഞാൻ ചെന്ന് ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയാണ് കിട്ടുന്നുള്ളത്. നോക്കി, ആ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ ഡിഫോൾട്ട് എഴുതി കാണിക്കാം. ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് a സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് വൈ കേട്ടോ. ഇങ്ങനെ എഴുതുമ്പോൾ ചെറുതായി പോകും. v ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഇവിടുന്ന് രണ്ടിടത്തുനിന്ന് a കോമൺ എടുക്കുക, a സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ a സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് വൈ അല്ലേ. v ഈക്വൽ ടു a സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ a ഒമേഗ a ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് വൈ. ഈ സ്റ്റെപ്പ് തന്നെ കിട്ടത്തില്ലേ? മനസ്സിലായോ? അതുകൊണ്ടാണ് രണ്ട് ടീമിനെ ആദ്യ ടീം രണ്ട് ടീമും a സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം v ഈക്വൽ ടു ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയത് എങ്ങനെ കിട്ടിയെന്ന് ഞാനൊന്ന് പ്രൂഫായിട്ട് നിങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. v ഈക്വൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് a സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് വൈ. ഇനി എളുപ്പമാണ്. താണ്ടി കിടക്കുന്ന ടേം നിങ്ങൾ നോക്കി, a സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് വൈ. നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് y ഈക്വൽ ടു a സൈൻ ഒമേഗ ടി പ്ലസ് വൈ. അത് ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതി, y ഈക്വൽ ടു a സൈൻ ഒമേഗ ടി പ്ലസ് 5. അന്നേരം അതിനെ സ്ക്വയർ ചെയ്ത് രണ്ട് സൈഡിന് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? y സ്ക്വയർ. y സ്ക്വയർ ചെയ്താൽ y സ്ക്വയർ, a സ്ക്വയർ ചെയ്താൽ a സ്ക്വയർ, ഇതിനെ സ്ക്വയർ ചെയ്താൽ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. അന്നേരം നിങ്ങൾ നോക്കി, a സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? y സ്ക്വയർ എന്ന് കൊടുക്കാം. y ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് എപ്പോഴും ഓർത്തോണം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ഇക്വേഷൻ എത്തി, v ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് y സ്ക്വയർ. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇത് നന്നായിട്ട് അറിയാമെങ്കിൽ ഏത് എളുപ്പമാണ്? ആക്സിലറേഷൻ എളുപ്പമാണ്. കാരണം ഇതിപ്പം നമ്മൾ കണ്ടുപിടിച്ച വെലോസിറ്റിയാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈമാണ്. ഇതിന്റെ ഒരു നല്ല ശതമാനം സ്റ്റെപ്പുകളും അതിനകത്ത് വരും. അത് എളുപ്പമായിട്ട് മാറും. ഇത് 1, 2, 3 വട്ടം സ്കിപ്പ് ചെയ്യാതെ നമുക്ക് വേണമെന്ന് പറഞ്ഞ് നല്ല ക്ലിയർ കട്ടായിട്ട് നല്ലപോലെ പഠിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാട്സപ്പിനകത്ത് മെസ്സേജ് ഇട്ടേക്കാം. അങ്ങനെ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 2-3 വട്ടം കേട്ട് പിന്നെയും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. കാരണം അതിനകത്ത് ഡിഫറൻസിയേഷൻ ഒക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, അന്നേരം നമുക്ക് അടുത്ത എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ, വെലോസിറ്റി ഇത് പഠിച്ചു വെച്ചാൽ ആക്സിലറേഷൻ എളുപ്പം. ഓക്കെ, അന്നേരം നമുക്ക് അടുത്ത ടോപ്പിക് വെലോസിറ്റി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ അറിയാമെങ്കിൽ വളരെ എളുപ്പമാണ് എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. കാരണം വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് നന്നായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കുന്നവർക്ക് ഇത് ഈസി, വെരി വെരി ഈസി. പക്ഷേ
വായിച്ച് പഠിക്കരുത്, ദോഷം ചെയ്യും. വെരി വെരി ഡേഞ്ചറസ്. നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കണം. നിങ്ങൾ ഇതൊക്കെ കാണുമ്പം +1 ഇതാണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. +2 3-4 പേജ്, ഇതൊന്നും ഒരു ഡെറിവേഷനേ അല്ല. 3-4-5 പേജുള്ള ഡെറിവേഷൻസ് ഉണ്ട്, നല്ല വെടിക്കെട്ട് ഡെറിവേഷൻസ് ഉണ്ട്. അന്നേരം അതൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാലേ പറ്റൂ മാർക്ക് കിട്ടത്തുള്ളൂ. അന്നേരം +1 പഠിക്കുമ്പം ഇത് ഒരുപാടുണ്ട്, ഇതിനെക്കാട്ടിൽ ഒരുപാടുണ്ട് +2. അല്ലെ, ഓർക്കുക, ശ്രദ്ധിക്കുക. നമുക്ക് അടുത്തോട്ട് പോവാം. ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ അല്പം സീരിയസ് ആണെന്ന് കുഴപ്പമില്ലല്ലോ. എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, വെലോസിറ്റി ബൈ ടൈം. ഞാൻ ആദ്യം മുതൽ തുടങ്ങുക, കാരണം എന്നാലേ നിങ്ങൾക്ക് ആ ഫ്ലോയിൽ എഴുതി പോകാൻ പറ്റൂ. എന്നിട്ട് നിങ്ങൾ മറ്റേ ഒന്നുകൂടെ പറഞ്ഞു പോകാൻ പെട്ടെന്ന്. ആദ്യം നമ്മൾ പഠിച്ച വെലോസിറ്റിയുടെ y എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഓർത്തോണം, a എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ്, y a sin omega t + ϕ ആദ്യം പഠിച്ചു. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം d/dt ഓഫ് y ക്ക് പകരം എന്ത് കൊടുത്തു? ഇതെല്ലാം നേരത്തെ പഠിച്ച കഴിഞ്ഞ ഇതിനെ വെലോസിറ്റിക്ക് എന്ത് പഠിച്ച? d/dt ഓഫ് y ക്ക് പകരം a sin omega t + ϕ. സാർ എന്താ ഇതെല്ലാം എഴുതുന്നത്? ഇങ്ങനെ വേണം നമ്മൾ തുടക്കം, ഇതെല്ലാം വേണം. v d/dt ഓഫ് y ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? a sin omega t + ϕ. y ക്ക് പകരം a b c v d/dt ഓഫ് a sin omega t + ϕ. ഓക്കെ, v a കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തു. ഇതും കഴിഞ്ഞ് ഇതിനകത്ത് ചെയ്തതാണ്. a കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തു. a d/dt ഓഫ് sin omega t + ϕ. അതും പഠിച്ചതാണ്. അടുത്ത സ്റ്റെപ്പ് a d/dt ഓഫ് sin x എന്ന് പറഞ്ഞാൽ cos x ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ v a d/dt ഓഫ് sin omega t + ϕ എന്ന് പറയുന്നത് cos omega t + ϕ. ഒമേഗ ടിയെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇൻറ്റു ഒമേഗ എന്ന് വരും. ഇന്റഗ്രേഷൻ ആകുമ്പോൾ ഡിവൈഡ് ബൈ ആണ്, ഇത് ഡിഫറൻഷിയേഷൻ ആകുമ്പോൾ ഇൻറ്റു ആണ്, ഇൻറ്റു ഒമേഗ. അതിനെ അറേഞ്ച് ചെയ്ത ഇക്വേഷൻ വരെ നമ്മൾ ചെയ്തായിരുന്നു. v a omega cos omega t + ϕ. ഇത് വെലോസിറ്റിയാണ്. വേണമെങ്കിൽ ഇവിടുന്ന് എഴുതി തുടങ്ങാം, നിങ്ങൾക്ക് ഇത്ര എഴുതിയാലും മതി. പക്ഷെ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കാൻ പാടായിരിക്കും. എല്ലാം പഠിച്ചു കഴിയുമ്പോൾ, +1 എല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഇത് ഓർത്തിരിക്കാൻ പാടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ആദ്യം മുതൽ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ഇത്രയും. v a omega cos omega t + ϕ. അതാണ് വെലോസിറ്റി. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. ഇനി എളുപ്പമാണ്. a നോക്കിയേ, വെലോസിറ്റി ബൈ ടൈം dv/dt d/dt ഓഫ് വെലോസിറ്റിക്ക് പകരം ഇവരെ നമുക്ക് കാച്ച d/dt ഓഫ് a omega cos omega t + ϕ. v ക്ക് പകരം a omega cos omega t + ϕ. a b c എന്ന് പറഞ്ഞ ഫോർമുല ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച പോലെ a c എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ a d/dt ഓഫ് വേണ്ടത് a c a omega cos omega t + ϕ. ഇത്രയും കാര്യങ്ങൾ a b c എന്നുള്ളത് എഴുതിയുള്ളൂ. a d/dt ഓഫ് a omega cos omega t + ϕ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് a പുറത്തു വന്നു, ഒമേഗയും കോൺസ്റ്റന്റ് ആണ്. ഞാൻ ആദ്യത്തെ ഓസിലേഷൻ ചാപ്റ്ററിനകത്ത് പറഞ്ഞാണ് എയും ഒമേഗ. മറ്റേടത്ത് a മാത്രമേ ഉള്ളായിരുന്നു കോൺസ്റ്റന്റ് പുറത്ത് കിടക്കുന്നത്. ഇതൊരു ഫംഗ്ഷൻ ആണ് എപ്പോഴും ഓർത്തോളം, അതിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കോൺസ്റ്റന്റ് ആയിട്ട്. അന്നേരം a omega കോൺസ്റ്റന്റ്, അന്നേരം a omega കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം d/dt ഓഫ് cos omega t + ϕ. കോൺസ്റ്റന്റ് അല്ലാത്തതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം d/dt ഓഫ് cos omega t + ϕ. അന്നേരം ഞാൻ മുമ്പേ പറഞ്ഞു d/dt ഓഫ് cos x എന്ന് പറഞ്ഞാൽ -sin x ആണ്. sin x എന്നാണ് പറഞ്ഞേക്കുന്നത്, സോറി, -sin x ആണ്. അങ്ങനെയാണെങ്കിൽ d/dt ഓഫ് cos omega t + ϕ നമുക്ക് എങ്ങനെ എഴുതാം? a omega ഇൻറ്റു d/dt ഓഫ് cos x എന്ന് പറഞ്ഞാൽ -sin x ആണെങ്കിൽ d/dt ഓഫ് cos omega t + ϕ എന്ന് പറയുന്നത് -sin omega t + ϕ. -sin omega t + ϕ ഇൻറ്റു വീണ്ടും ഈ ഒമേഗ ടി ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അന്നേരം d/dt ഓഫ് ഒമേഗ ടി എന്ന് പറയുന്നത് നേരത്തെ ഏതുപോലെ d/dt ഓഫ് ഒമേഗ ടി ഒമേഗ ഇൻറ്റു d/dt ഓഫ് ഇങ്ങനെ d/dt ഓഫ് ഒമേഗ ടി ഒമേഗ കോൺസ്റ്റന്റ് ഒമേഗ ഇൻറ്റു d/dt ഓഫ് ടി d/dt ടി എന്ന് പറയുന്നത് 1. അന്നേരം ഒമേഗ ഇൻറ്റു 1 എന്ന് പറയുന്നത് ഒമേഗ, അന്നേരമാണ് ഇൻറ്റു ഒമേഗ 1. ഇനി അടുത്ത ശ്രദ്ധിച്ചോ, a ഞാൻ മൈനസ് ആദ്യം അങ്ങ് എഴുതി. ഇവിടെ ഒരു ഒമേഗ ഉണ്ട്, ഇവിടെ ഒരു ഒമേഗ ഉണ്ട്. ഒമേഗ ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ. പിന്നെ ബാക്കി a sin omega t + ϕ. തീർന്നു. a sin omega t + ϕ എന്ന് പറയുന്നത്
y ആണ്. നോക്കിയേ, ഇതെങ്ങനെ നല്ല സ്റ്റെപ്പായി എഴുതി പോകണം. ഇതാണ്. അന്നേരം ഇത്രയും സാധനം വരെ നമുക്ക് y എന്ന് കൊടുക്കാമല്ലോ. അന്നേരം ഇക്വേഷൻ y എന്ന് പറയുന്നത് a sin omega t plus y എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a is equal to minus omega square. ഇത്രയും സാധനം വരെ y എന്ന് കൊടുക്കുമ്പോൾ ഇക്വേഷൻ, ആക്സിലറേഷൻ ഇക്വേഷൻ കിട്ടി. a is equal to minus omega square. ജയിക്കാൻ വേണ്ടി പഠിക്കുന്നവർ അല്ലെങ്കിൽ 15-18 മാർക്ക് മേടിക്കുന്നവർ ഇതൊന്നും പഠിക്കേണ്ട, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് രക്ഷപ്പെട്ടാൽ മതി അങ്ങനെ വിചാരിച്ച് പഠിക്കരുത്. നല്ല മാർക്കിന് വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. നല്ല മാർക്കിന് വേണ്ടി ഞാൻ എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ്മെന്റ് എത്രയും വർഷം എടുത്തിട്ടുണ്ടോ അങ്ങനെ മാർക്ക് കിട്ടിയിരിക്കുന്നത് നല്ല പോലെ കഷ്ടപ്പെട്ട് നല്ല പോലെ എഴുതി പഠിച്ച് മാർക്ക് മേടിക്കണം. ഇതേ ഉള്ളൂ ഇച്ചിരി ഒരു ഡിഫറൻഷ്യൽ സംഭവത്തിനകത്ത് വരുന്ന. അടുത്ത എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒന്നും ഇത്രയും വലിയ കുഴപ്പമില്ല, ഇത്രയും വലിയ പ്രശ്നമില്ല. അന്നേരം ഇത് രണ്ടെണ്ണം നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക, നല്ലപോലെ എഴുതി പഠിക്കുക. ആക്സലറേഷനും വെലോസിറ്റി ക്ലിയർ ആയല്ലോ. ഇതിനകത്ത് ഞാൻ നോട്ടിനകത്ത് എന്തെങ്കിലും നല്ലപോലെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടികളെ കൊണ്ടായിരിക്കും ഞാൻ എഴുതിപ്പിക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് നോക്കിയാൽ മതി. ഇത് നോക്കി അങ്ങ് എഴുതിയാലും മതി, അതിനകത്ത് നോക്കിയാൽ കറക്റ്റ് ചെയ്താലും മതി. ആ നോട്ട് എടുത്ത് റെഡി ചെയ്തത് എനിക്ക് തയ്ച്ചു തരേണ്ട ആവശ്യമില്ല. ഇത് നോക്കിയാലും മതി നിങ്ങൾ കേട്ടോ. ഇത് നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്തേക്കുക. അത് ഓർക്കുക കേട്ടോ. ഇത് കഴിഞ്ഞു എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ, വെലോസിറ്റി, ആക്സലറേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു ഡെറിവേഷൻ കഴിഞ്ഞിട്ട് അല്ലെ നമ്മുടെ സിനിമയ്ക്കിടയിൽ വലിയൊരു സംഭവം കഴിഞ്ഞിട്ടൊരു ചെറിയ ഗ്യാപ്പ് പോലെ നമുക്കൊരു ചെറിയൊരു ടോപ്പിക്ക് പഠിച്ചിട്ട് എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിക്കാം. ഓക്കെ, വാ. ഡെറിവേഷൻ പഠിച്ചിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ടൊരു ടോപ്പിക്കിലോട്ട് പോവാം. റെസൊണൻസ്. എന്താണ് റെസൊണൻസ്? എനിക്കൊന്ന് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പണ്ടത്തെ ടോപ്പിക്കിലൊക്കെ എനിക്കൊന്ന് 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചോ എന്ന് എനിക്കൊരു സംശയം. പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ സിലബസ് മാറ്റിപ്പോൾ അത് മാറിയിട്ടുണ്ടായിരിക്കാം. പോട്ടെ, എന്താണ് റെസൊണൻസ് എന്ന് നമുക്ക് കാര്യമായിട്ട് വരാം. എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ റെസൊണൻസ്? റെസൊണൻസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ, ഒരു ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ ഫ്രീക്വൻസിയും എപ്പോഴെങ്കിലും സെയിം ആവുകയാണെങ്കിൽ ഈക്വൽ ആവുകയാണെങ്കിൽ, എന്തൊക്കെ ഈക്വൽ ആവുകയാണെങ്കിൽ ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ, പുറത്തുനിന്ന് കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫ്രീക്വൻസിയും സെയിം ആവുകയാണെങ്കിൽ അവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആ ബോഡിക്ക് കിട്ടും. ഓസിലേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഒരു വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ ഫ്രീക്വൻസിയും സെയിമോ ഈക്വലോ ആയാൽ അവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്ന ഫിനോമിനെ പറയുന്ന പേരാണ് റെസൊണൻസ്. ആ ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് റെസൊണന്റ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയെ പറയുന്ന പേര് റെസൊണന്റ് ഫ്രീക്വൻസി. അന്നേരം എന്താണ് റെസൊണൻസ് എന്നും എന്താണ് റെസൊണന്റ് ഫ്രീക്വൻസി എന്നും ചോദിച്ചിട്ടുണ്ട്. അന്നേരം ക്ലിയർ ആയിട്ട് പറയണം. കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ സ്വന്തം സെന്റൻസ് എഴുതുക. എക്സാമ്പിൾ പറയുമ്പോൾ വളരെ ശക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. എഴുതുക. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുമായിരിക്കും. എല്ലായിടത്തും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ആദ്യം. ഈ പട്ടാളക്കാര് സസ്പെൻഷൻ ബ്രിഡ്ജ്, തൂക്കുപാലത്തിലൂടെ മാർച്ച് ചെയ്ത് പോകത്തില്ല. ഇങ്ങനെ അടിച്ച് കാലൊക്കെ അടിച്ച് നല്ല സൗണ്ട് ഒക്കെ ഉണ്ടാക്കി മാർച്ച് ചെയ്ത് പോകത്തില്ല. അവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ മാർച്ച് ചെയ്ത് തൂക്കുപാലത്തിലൂടെ ഒരിക്കലും സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെ അവർ മാർച്ച് ചെയ്ത് പോകാത്തതിന് കാരണം അവരുടെ കാലുകൊണ്ട് കൊടുക്കുന്ന മാർച്ച് ചെയ്യുമ്പോൾ കൊടുക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഫ്രീക്വൻസിയാണ്. ആ സസ്പെൻഷൻ ബ്രിഡ്ജ് തൂക്കുപാലത്തിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. എപ്പോഴെങ്കിലും ഇത് സെയിം ആയാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അവിടെ വരുമല്ലോ. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കൊണ്ടുവന്നത് ബ്രേക്ക് ചെയ്തു പോകും. അങ്ങനെ സ്വാഭാവികമായിട്ടത് താഴോട്ട് വരില്ല, വീഴും അല്ലേ. അന്നേരം അത് റെസൊണൻസിന്റെ ഒരു ആപ്ലിക്കേഷനാണ്. അന്നേരം സസ്പെൻഷൻ ബ്രിഡ്ജ് തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാർ മാർച്ച് ചെയ്യാത്തതിന് കാരണം മനസ്സിലായല്ലോ. കാരണം സോൾജേഴ്സിന്റെ മാർച്ചിങ് സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ ഫ്രീക്വൻസിയും സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എപ്പോഴെങ്കിലും സെയിം ആണെങ്കിൽ അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കൂടി അതെന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇതൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി എഴുതുക. അന്നേരം ഇതിന്റെ എല്ലാം കൂട്ടത്തിൽ ഒരു സെന്റൻസ് എപ്പോഴും എഴുതണം, ദിസ് ഈസ് ഡ്യൂ ടു റെസൊണൻസ് എന്ന് ആദ്യം അങ്ങ് എഴുതി വെച്ചേക്കണം. അന്നേരം ഒരു മാർക്കും കിട്ടും, അല്ലെങ്കിൽ അരമാർക്കെങ്കിലും കിട്ടും. എന്നിട്ട് ബാക്കി അങ്ങ് എഴുതുക. ഓക്കെ, അടുത്ത മറ്റൊരു ആപ്ലിക്കേഷൻ പറഞ്ഞുതരാം. ഈ ഒരുപാട് ദൂരെ ഒരു എക്സ്പ്ലോഷൻ നടന്നു, ഒരു ബോംബ് സ്ഫോടനം നടന്നു വിചാരിക്കും. അസ്യൂം ചെയ്യാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പം തിരുവല്ലയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള മാന്നാറൊക്കെ ഒരു ബോംബ് സ്ഫോടനം നടന്നു, ഒരു വലിയ ബോംബ് സ്ഫോടനം നടന്നിട്ട് എൻ്റെ വീട്ടിലെ ഗ്ലാസ് പാൻസ്, എൻ്റെ വീട്ടിലെ ഗ്ലാസ് നമ്മുടെ ജനലിലുള്ള ഗ്ലാസ് മാത്രം പൊട്ടി വീണു, അപ്പുറത്തെ വീട്ടിലൊന്നും പൊട്ടി വീണില്ല. കാരണം എന്തായി നിങ്ങളൊന്ന് ആലോചിക്കേ. ഈ ഗ്ലാസ് പാൻസിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും എൻ്റെ വീട്ടിലെ ഗ്ലാസ് പാൻസിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ആ എക്സ്പ്ലോഷനിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ നടന്ന
എക്സ്റ്റേണൽ ഫ്രീക്വൻസി, ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി, ഗ്ലാസ് ഫാൻസിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും അതിന്റെ ബോംബ് സ്പോണിൽ നടന്ന എക്സ്റ്റേണൽ ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ടാണ് ഇത് രണ്ടും സെയിം ആയി. ബാക്കിയുള്ളതൊന്നും സെയിം ആയി കാണത്തില്ല. നമ്മുടെ കഷ്ടകാലത്ത് ഇത് രണ്ടും സെയിം ആകുമ്പോൾ അവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡോടുകൂടി അതെന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഇതെല്ലാം ഏതിന്റെ ആപ്ലിക്കേഷൻ ആണ്? റെസൊണൻസിന്റെ ആപ്ലിക്കേഷൻ. ഇതാണ് റെസൊണൻസ് എന്ന് പറയുന്നത് സിമ്പിളായ ഒരു ടൂൾ. എന്താണ് റെസൊണൻസ് എന്ന് പഠിക്കുക, ആപ്ലിക്കേഷൻസ് പഠിക്കുക. ഞാൻ റിവിഷൻ സമയത്ത് ഇതെല്ലാം ഒന്നുകൂടെ പറഞ്ഞു തരും. മറ്റൊരു കാര്യം ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നു, ചൊവ്വ ശനി ക്ലാസ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് കമന്റ് ചെയ്യാം. അത് എങ്ങനെയൊക്കെ വേണം എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായിട്ട് ഓരോരുത്തരെയും കമന്റ്സ് രേഖപ്പെടുത്തുക. നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യുക. ഞാൻ ഒരുപാട് കുട്ടികളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ഓരോ വട്ടം ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഒരുപാട് കുട്ടികൾ കാണാൻ പറ്റുന്നില്ല എന്നല്ല, കാണാൻ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചൊവ്വ ശനി ആക്കിയത്. നിങ്ങൾ കമന്റ് ബോക്സിനകത്ത് നിങ്ങളുടെ എല്ലാ കമന്റ്സുകളും കൃത്യമായിട്ട് ഇടുക. നിങ്ങളുടെ കമന്റ്സ് ആണ് വാല്യുബിൾ. ഉറപ്പായിട്ടും കൂടുതൽ കമന്റ്സ് ചെയ്തു വരുന്നു, അതിനുവേണ്ടിയായിരിക്കും ഞാൻ അടുത്ത ക്ലാസ്. അങ്ങനെ ആയിരിക്കും. ടൈം ഷെഡ്യൂൾ മാറ്റണമെങ്കിൽ വീണ്ടും ടൈം ഷെഡ്യൂൾ മാറ്റും. ഓക്കെ, ചൊവ്വാഴ്ചത്തേക്ക് നിങ്ങൾ കമന്റ്സുകളെല്ലാം ഇടുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വരുന്നതനുസരിച്ചാണെങ്കിൽ ഒരു ക്ലാസ് കൂട്ടണമെങ്കിൽ കൂട്ടും, കുറയ്ക്കണമെങ്കിൽ കുറച്ചിടും. എല്ലാത്തിനും ഞാൻ റെഡി. അടുത്ത ടോപ്പിക്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഓസിലേഷൻസ്. ഒരുപാട് വർഷം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷന് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ഉണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡിറൈവ് ചെയ്ത് നമുക്ക് എടുക്കണം. അന്നേരം ഞാൻ ഇന്ന് വെലോസിറ്റി, ആക്സലറേഷൻ, റെസൊണൻസ് ഇങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് പഠിച്ചു. എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. അന്നേരം ഇത് പഠിക്കുമ്പോൾ ഇതല്ല, ഈ പാഠം ഞാൻ പഠിക്കുന്നില്ല, ഞാൻ ഈ വേവ്സ് ഓസിലേഷൻസ് ഒന്നും പഠിക്കുന്നില്ല, ബാക്കിയുള്ള മാർഗമൊക്കെ മതി, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ എപ്പോഴും പറയും, എൻ്റെ കാര്യം ഉൾപ്പെടെ ഞാനും പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കോ ഒരു ചാപ്റ്ററോ വിട്ടുപഠിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അത് തന്നെ പരീക്ഷയ്ക്ക് വയ്ക്കും. അതുകൊണ്ട് അതുപോലെ തന്നെ ചിലർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെന്നല്ല, തൊട്ടപ്പുറത്തും പഠിക്കുന്നിരിക്കുന്നതാണെങ്കിൽ അവരിൽ നിന്ന് കുറച്ച് കോപ്പിയൊക്കെ അടിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് റോൾ നമ്പറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ റെഡി ആയിട്ടിരിക്കുമ്പം അവൻ കുറച്ചൊക്കെ കാണിച്ചു തരും, നമുക്ക് ഓക്കെ റെഡിയാകാം. രക്ഷയില്ല. ഇത് നിങ്ങളുടെ സ്പെഷ്യൽ ഇമ്പ്രൂവ്മെന്റ് ആണെന്ന് വിചാരിച്ചോണം ഈ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ. എന്തുകൊണ്ടാണ്? മാസ്ക് എല്ലാം വെച്ച് സാമൂഹിക അകലം പാലിച്ച് പരീക്ഷ എഴുതുകയാണ്. ഒന്ന് വിസിലടിക്കാനോ ഒന്ന് ചോദിക്കാനോ പോലും കിട്ടത്തില്ല. കാരണം ഇതെല്ലാം ഓർത്തോണേ, മാമന്റെ മക്കൾ ഇതൊന്നും മറക്കല്ലേ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ്. എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഞാൻ ഇവിടെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഡിനോട്ട് ചെയ്യുന്നത് EP, പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളതാണ് EP. കൈനറ്റിക് എനർജി ഡിനോട്ട് ചെയ്യുന്നത് EK. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിനോട്ട് ചെയ്യാം, പക്ഷെ അവർക്ക് മനസ്സിലാകണം ഇതാണ്. അന്നേരം പൊട്ടൻഷ്യൽ എനർജി EP എന്നും കൈനറ്റിക് എനർജി EK. അന്നേരം ഈ രണ്ട് തരം എനർജിയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉള്ളത്. ഓരോന്നും കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യൽ എനർജി മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്, കൈനറ്റിക് എനർജി മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്, ടോട്ടൽ എനർജി മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. അന്നേരം ഇതൊരു 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. 3 or 4 മാർക്സ്, 3 മാർക്കിനും 4 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. അത് നോക്കാം. ആദ്യം പൊട്ടൻഷ്യൽ എനർജി EP. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്റർ ഉടനീളം, മറ്റേ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്, കഴിഞ്ഞ ഓസിലേഷന്റെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഈ ചാപ്റ്ററിൽ ഉടനീളം നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഡിവൻ പുലിക്കുട്ടൻ. F is equal to minus kx, ഇക്വേഷൻ നമ്പർ 1. F is equal to minus kx. F is equal to kx minus kx. K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് പറയുന്നത് ഒരു ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഇനി വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഈ വർക്കൊക്കെ എന്തിനാ ഇതിനകത്ത് ചേർക്കുന്നത് അറിയോ? കാരണം വർക്കും എനർജിയും സെയിം ആണെന്ന് നമ്മൾ വർക്ക് എനർജി പ്രിൻസിപ്പിൾ അനുസരിച്ച് പഠിക്കുന്നുണ്ട് 5ാമത്തെ ചാപ്റ്ററിനകത്ത്. വർക്ക് എനർജി പോകുന്നത് വർക്കും എനർജിയും സെയിം ആണ്. അന്നേരം വർക്കിലൂടെ നമുക്ക് എനർജി കണ്ടുപിടിക്കാൻ പറ്റും. അന്നേരം വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് X. ചെറിയൊരു വർക്കാണ് ചെയ്യുന്നതെങ്കിൽ dW is equal to, ഇവിടെ ഒരു ചെറിയ മാറ്റം വന്നു, മൈനസ്, അത് ഞാൻ പറഞ്ഞുതരാം, മൈനസ് F ഇൻറ്റു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ചെറിയൊരു വർക്ക് ചെയ്യുമ്പോൾ ചെറിയ ഡിസ്പ്ലേസ്മെന്റ്. അന്നേരം ചെറിയ മാറ്റം വന്നു, ചെറിയ വർക്കാണെങ്കിൽ dW is equal to മൈനസ് F ഇൻറ്റു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് dx. ചെറിയ വർക്ക് ചെയ്യുമ്പോൾ ചെറിയ ഡിസ്പ്ലേസ്മെന്റ്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈൻ വന്നത് നോക്കാനുള്ള കാരണം, എപ്പോഴും ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ്. നിങ്ങളത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞതിനകത്ത് എപ്പോഴും എന്ത് സൈൻ വരും? മൈനസ് സൈൻ വരും. അതുകൊണ്ടാണ് ഇവിടെ എഫിന് മുന്നിൽ ഒരു മൈനസ് വന്നു. dW is equal to minus F into dx, where the negative sign shows that the force is restoring. അങ്ങനെ തന്നെ എഴുതണം, ചുമ്മാതെ അങ്ങനെ ഇക്വേഷൻ എഴുതി പോകരുത്.
ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 in 2 ഈ ഇക്വേഷൻ 1 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എഫിന് പകരം ഓർത്തോണം, എഫിന് പകരം മൈനസ് കെ എക്സ് കൊടുക്കും. എഫിന് പകരം മൈനസ് കെ എക്സ് കൊടുക്കുക. അന്നേരം ഡി ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ഉണ്ട് ഓൾറെഡി, പിന്നെ ഈ മൈനസ് വരുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, ഡി ഡബ്ല്യു ഈക്വൽ ടു കെ എക്സ് ഡി എക്സ്. ഇത്രയും വരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓരോ സ്റ്റെപ്പുകൾ എഴുതി 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 വൃത്തിയായിട്ട് പഠിക്കണേ കേട്ടോ. ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ പറഞ്ഞാൽ എന്ത്, നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ ബോഡിയുടെ ഒക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേഷൻ ആണ് ഉപയോഗിക്കുന്നത്. മൊത്തത്തിൽ ഒരു വസ്തുവിന്റെ മൊത്തത്തിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡോ ഇലക്ട്രിക് ഫീൽഡോ വർക്കോ ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ, ഹോൾ ബോഡിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ ഇന്റഗ്രേഷനും, ഒരു ചെറിയ പാർട്ടിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ ഡിഫറൻസിയേഷൻ. ചെറിയ പാർട്ടിന്റെ കണ്ടുപിടിച്ചിട്ട് ഹോൾ പാർട്ട് കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അന്നേരം ഇത് ഇന്റഗ്രേഷൻ ആണ്. ഡിഫറൻസിയേഷൻ ആണ്. DW കെ എക്സ് ഡി എക്സ്. അവിടെ വരെ ക്ലിയർ ആയി. ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, ഇന്റഗ്രലിന്റെ സിമ്പിൾ ആണിത്. രണ്ട് സൈഡിൽ ഇന്റഗ്രൽ സിമ്പിൾ അങ്ങ് കൊടുത്തേ ഉള്ളൂ. നോക്കിയേ, ഇന്റഗ്രൽ DW ഈക്വൽ ടു ഇന്റഗ്രൽ കെ എക്സ് ഡി എക്സ്. നിങ്ങൾ പഠിക്കുന്നതാണ്, ചെറിയ പ്ലസ് 1 തുടക്കത്തിലൊക്കെ പഠിക്കുന്ന ഇന്റഗ്രൽ. എന്നാൽ ഇപ്പോഴങ്ങ് ഓർത്തോ, ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്, ഇന്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ. ഇപ്പൊ ഇത്ര ഓർത്തിരുന്നാൽ മതി. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്, ഇന്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ DW എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഈക്വൽ ടു കെ എക്സ് ഡി എക്സിൽ ഏതാണ് കോൺസ്റ്റന്റ്? കെ എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് ഓൾറെഡി. കാരണം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പുറത്തെടുത്തിട്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. കാരണം കെ ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഡി എക്സ്. കെ പുറത്തെടുത്തു, ബാക്കി ഇന്റഗ്രൽ എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്റഗ്രേഷനകത്ത് എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ഇത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇന്റഗ്രൽ വൈ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ബൈ 2. ഇന്റഗ്രൽ ഇസഡ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇസഡ് സ്ക്വയർ ബൈ 2. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2. അന്നേരം ഡബ്ല്യു ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. കെ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് ഡബ്ല്യു ഈക്വൽ ടു അറേഞ്ച് ചെയ്താൽ 1/2. കെ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ 1/2 കെ എക്സ് സ്ക്വയർ. ഇത്രയും വരെ ക്ലിയർ ആയി. എല്ലാം നന്നായിട്ട് ഒന്ന് 2 വട്ടം കേട്ടോണം. സ്കിപ്പ് ചെയ്യരുത്. ഇനി ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ ഇതിനകത്ത് ഓസിലേഷൻ തുടങ്ങിയതിനകത്ത് അതാണ് പറഞ്ഞ ഓസിലേഷൻ സ്കിപ്പ് ചെയ്ത് പഠിക്കണം. സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്, ശ്രദ്ധിച്ചോണം, അത് ദോഷമാണ്. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ എം. പിന്നീട് നമുക്ക് ആവശ്യം വരും എന്നുള്ളതാണ്, ഇവിടെ ആവശ്യം വരും. കാരണം ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ എം. അതിന് കെ ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ ഈ എം ഇൻറ്റു ഒമേഗ സ്ക്വയർ. അതുകൊണ്ട് ഈ കെക്ക് പകരം നമുക്ക് എം ഒമേഗ സ്ക്വയർ എന്ന് കൊടുക്കാമല്ലോ. ഇക്വേഷൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഹാഫ് കെക്ക് പകരം എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. വർക്ക് എന്ന് പറഞ്ഞാൽ എനർജിക്ക് തുല്യ. ഇവിടെ നമ്മൾ എനർജി ആയിട്ട് എടുത്തേക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അന്നേരം വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ഈ ഡബ്ല്യൂന് വരെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് കൊടുക്കാം. ഒരു പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ ആയി ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. നല്ല വൃത്തിയായിട്ട് പഠിക്കുക. എന്ത് മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ഇനി നമുക്ക് എളുപ്പം കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു, ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. ഓക്കെ വാ. എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഡിറൈവ് ചെയ്ത് പഠിക്കണം. അതാണ്ട് ഞാൻ അതിങ്ങോട്ട് മാറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടി. ഇനി നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. എന്നിട്ട് ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. പെട്ടെന്ന് 4 മാർക്ക് കളയണ്ട. നോക്കൂ, കൈനറ്റിക് എനർജി ഡിനോട്ട് ചെയ്യുന്നത് ഇ കെ എന്നാണ്. ഒരു റൂം കൈനറ്റിക് എനർജി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇ കെ എന്നാണ്. ഇ കെ ഇസിക്കൽ കൈനറ്റിക് എനർജിക്കുള്ള സാധാരണ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം നല്ല വൃത്തിയായിട്ട്. ഹാഫ് എം വി സ്ക്വയർ. എം മാസം വി വെലോസിറ്റി. ഓക്കെ. അന്നേരം അടുത്ത ഇക്വേഷൻ നോക്കിയാൽ വി ഇസിക്കൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഒഴിച്ച് നോക്കുന്നവർക്ക് പെട്ടെന്ന് ഇത് പണി കിട്ടും. കാരണം ഇന്ന് തന്നെ പഠിപ്പിച്ച ഇക്വേഷൻ ആണ്. വെലോസിറ്റി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ മെയിൻ ഇക്വേഷൻ വി ഇസിക്കൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. വൈ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. വൈ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷേ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ്. എനർജിക്കകത്ത് എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് എടുത്തേക്കുന്നത് എക്സ് ആണ്. എക്സ് എന്നും വൈ എന്നും ഡിസ്പ്ലേസ്മെന്റ് എടുക്കാമല്ലോ. അന്നേരം ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വി ഇസിക്കൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് പകരം ഞാൻ എക്സ് സ്ക്വയറിന് കൊടുക്കും. കാരണം ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആയതുകൊണ്ട് വി ഇസിക്കൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൈനറ്റിക് എനർജി ഇ കെ ആണ്. ഈ ഇക്വേഷനെ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് വി എ സ്ക്വയർ ചെയ്താൽ വി സ്ക്വയർ,
ഒമേഗ സ്ക്വയർ ചെയ്താൽ ഒമേഗ സ്ക്വയർ, റൂട്ടിനെ സ്ക്വയർ ചെയ്താൽ റൂട്ട് അങ്ങ് പോകും, ബാക്കി എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനിയും നമുക്ക് നോക്കാം ഇ കെ ഇസിക്കൽ ഈ കേസ് ഒന്നുകൂടെ ഞാൻ എടുത്ത് എഴുതിയാണ് ഇങ്ങോട്ട് നോക്കി. ഇ കെ ഇസിക്കൽ ടു ഹാഫ് എം വി സ്ക്വയർ, ഇ കെ ഇസിക്കൽ ടു ഹാഫ് എം ഇൻറ്റു വി സ്ക്വയറിന്റെ സ്ഥാനത്തോട്ട് നമുക്ക് എന്ത് കൊടുക്കണം? ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ വി സ്ക്വയറിന്റെ സ്ഥാനത്തോട്ട് എന്ത് കൊടുക്കണം? ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നമ്മളതെല്ലാം ചെയ്ത് വെച്ചേക്കുക, അത് അങ്ങോട്ടും കൊടുത്തു. ഈ കേസിൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതാ. ഈ കേസിൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് അടുത്ത ടൈം ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. നമ്മുടെ കൈനറ്റിക് എനർജിയും കണ്ടുപിടിച്ചു. പൊട്ടൻഷ്യൽ എനർജിയെക്കാട്ടിൽ കുറച്ചുകൂടി എളുപ്പമാണ്, പക്ഷേ ഇക്വേഷനൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ ഇല്ല, എഴുതി പഠിക്കണം. പിന്നെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്, തീർന്നു. ടോട്ടൽ എനർജി ഇ എന്ന് ഡിനോട്ട് ചെയ്യും, ക്യാപിറ്റൽ ഇ. അന്നേരം ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഇ ഈക്വൽ ടു ഇ പി പ്ലസ് ഇ കെ. ഇ പി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു, ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇ കെ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇ പിക്ക് പകരം ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഇ കെക്ക് പകരം ഇത് കൊടുക്കാം, ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയറും മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയറും വെട്ടിപ്പോയി. ഇത് രണ്ടും വിട്ടു. വെട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത്, വെട്ടിക്കളിക്കാൻ വലിയ ഇഷ്ടമാണ്. ഇത് രണ്ടും വെട്ടിപ്പോയി. അന്നേരം ബാക്കി എന്താ തോന്നുന്നു? ടോട്ടൽ എനർജി ഇ ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ടോട്ടൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിക്കുന്നത്. എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇമ്പോർട്ടന്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജി മാത്രം ചോദിക്കും, കൈനറ്റിക് എനർജി മാത്രം ചോദിക്കും, എല്ലാം പഠിച്ചു നോക്കണം. ടോട്ടൽ എനർജി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. നല്ല കിഡിലൻ ടോപ്പിക്കുകൾ ഇന്ന് ഇതിനകത്ത് പഠിച്ചേക്കുന്ന ഓസിലേഷനകത്ത്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ്, എല്ലാം ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഏതാണ് നമുക്ക് ചോദിക്കുന്ന പറയാൻ പറ്റത്തില്ല. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടുണ്ട്, സാറേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ഒന്ന് പറഞ്ഞു തരാമോ? എന്നാൽ പിന്നെ നമ്മളൊക്കെ എന്ത് വരും? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻ തന്നിട്ട് 10 ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഒരിക്കലും ഇല്ല. പ്ലസ് ടുവിൽ പിന്നെയും ഒരു 50% നമ്മുടെ ഒരു കാൽക്കുലേഷനിൽ പറയാം, ഇന്ന അവിടെ തോന്നൊക്കെ ചോദിക്കും. അത് ചോദിക്കും. പ്ലസ് 2 പ്ലസ് 1 പറയാനേ പറ്റില്ല, നിങ്ങൾക്ക് പരീക്ഷയോടുകൂടി കൃത്യമായിട്ട് അറിയാം അല്ലേ? അന്നേരം അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അൺഡാംഡ് ആൻഡ് ഡാംഡ് ഓസിലേഷൻസ്. എന്തൊരു പേരൊക്കെ ഒന്ന് ആലോചിക്കും, എന്ത് പൊളി പേരല്ലേ. അൺഡാംഡ് എന്തോ ബാസ് ആണ്. ആൻഡ് ഡാംഡ് ഓസിലേഷൻസ്, അൺഡാംഡ് ആൻഡ് ഡാംഡ് ഓസിലേഷൻസ്. ആദ്യം അൺഡാംഡ് ഓസിലേഷൻസും ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻസും എന്താണെന്ന് പറയാം, എന്നിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം. നോക്കൂ, ആദ്യം നിങ്ങൾ ഈ ഡയഗ്രം നോക്കി, ഈ രണ്ട് ഡയഗ്രം നിങ്ങൾ നോക്കി, അപ്പുറം ഇപ്പുറം നോക്കി, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങൾ പടം വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചു കാണാം, ചിലർ ചുമ്മാ നിങ്ങൾ പടം വരയ്ക്കും. അതോടൊപ്പം ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഓർക്കുമ്പോൾ പറയുന്നതാണ്, സിലബസ് ഒന്നും ഇതുവരെയും നിങ്ങളുടെ പ്ലസ് 1ലും പ്ലസ് 2ലും സിലബസ് ഒന്നും കേരളത്തിൽ വെട്ടിക്കുറച്ചിട്ടില്ല. ഇതുവരെ ഇന്നത്തെ ദിവസം വരെ ഞാൻ പറഞ്ഞിട്ടില്ല, സിലബസ് ഒന്നും വെട്ടിക്കുറച്ചിട്ടില്ല. CBSEയുടെ ഒരു 3% കണ്ട് സിലബസ് വെട്ടിക്കുറച്ചിട്ടേ ഉള്ളൂ. ഫിസിക്സിന്റെ സ്റ്റേറ്റിന്റെ ഒരു സിലബസും ഇതുവരെയും വെട്ടിക്കുറച്ചിട്ടില്ല, വെട്ടിക്കുറയ്ക്കാൻ ചാൻസും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുറച്ചാൽ വളരെ നല്ലത്. ഇതുവരെ കുറച്ചിട്ടില്ല. അതുകൊണ്ട് ചിലർ ചോദിച്ചു, സാറേ പൊസിഷൻ ഡയഗ്രാഫ് ഒക്കെ ഇൻക്ലൂഡ്. പൊസിഷൻ ഡയഗ്രാഫ് ഒന്നും നമ്മുടെ കേരള സിലബസിൽ നിന്ന് മാറ്റിയിട്ടില്ല, ഉണ്ട് ഇപ്പോഴും കേട്ടോ. അതെല്ലാം പഠിച്ചോണം. ഓക്കെ, അന്നേരം ഈ രണ്ട് പടം നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങൾ പലപ്പോഴും പടം വരയ്ക്കുമ്പം ചുമ്മാ ഇങ്ങനെ വരയ്ക്കും, എക്സ് ആക്സിൽ കാണത്തില്ല, വൈ ആക്സിൽ കാണത്തില്ല. നിങ്ങൾ നോക്കി, എക്സ് ആക്സിൽ അൺഡാംഡ് ഓസിലേഷൻസിന്റെ ഡയഗ്രാം, എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ മണ്ടയ്ക്ക് ഒരു ഗ്രാഫിന്റെ മുകളിൽ പ്ലസ് ചെയ്യും, എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡാണ്, താഴോട്ട് വരുമ്പോൾ മൈനസ് ചെയ്യും കൊടുത്തിട്ടുണ്ട്, നടുക്ക് 0 എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. അന്നേരം ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് അലോങ് ദി വൈ ആക്സിസ്, പ്ലസ് എ മൈനസ് എ. ഇതിന്റെ നിങ്ങൾ ആ ഓസിലേഷൻ ഒന്ന് ശ്രദ്ധിച്ച്, എന്താ പ്രത്യേകത? കോൺസ്റ്റന്റ് ആണ് അല്ലേ? എന്താണ് അൺഡാംഡ് ഓസിലേഷൻ? തെറ്റിപ്പോരുത്. ടൈമിനനുസരിച്ച് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഓസിലേഷൻ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് വരുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? അൺഡാംഡ് ഓസിലേഷൻസ്. ടൈമിനനുസരിച്ച് ഒരു ബോഡി കോൺസ്റ്റന്റ് ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഓസിലേഷൻ കിട്ടുന്നതിനെ പറയുന്ന പേരാണ് അൺഡാംഡ് ഓസിലേഷൻസ്. അങ്ങനെയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എളുപ്പം പറയാം. ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ അല്ലെങ്കിൽ ഡാംഡ് ഓസിലേഷൻസ്, പടം മറ്റേതുപോലെ തന്നെ ടൈം അലോങ് ദി എക്സ് ആക്സിസ്, ആംപ്ലിറ്റ്യൂഡ് പ്ലസ് എ മൈനസ് എ, ഇതെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം. മറക്കരുത്. ഇത് നിങ്ങൾ നോക്കിയേ, കോൺസ്റ്റന്റ് ആണോ? അല്ല.
കൃത്യമായിട്ട് റെഗുലറായിട്ട് കുറഞ്ഞ് വരിക. അന്നേരം ടൈമിനനുസരിച്ച് ഓസിലേഷൻസ് പതുക്കെ ഡിക്രീസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡാംഡ് ഓസിലേഷൻസ് അല്ലെങ്കിൽ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻസ്. അന്നേരം ടൈമിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഓസിലേഷൻസ് ഡിക്രീസിങ് ചെയ്ത് വരുവാണെങ്കിൽ റെഗുലറായിട്ട് ഡിക്രീസ് ചെയ്ത് വരുന്നതിനെ പറയുന്ന പേരാണ് ഡാംഡ് ഓസിലേഷൻസ്. ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ ഉണ്ട്. ഇതിന്റെ ഡെറിവേഷൻ ഓഫ് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ഉണ്ട്. ഇനി പഠിക്കാനുള്ളത് ഫോഴ്സ്ഡ് ഓസിലേഷൻ. ഞാൻ ഒറ്റ പോർഷൻ സ്കിപ്പ് ചെയ്യുന്നില്ല. ഓസിലേഷൻ ഒന്നും ഓർത്തോണം. ഫോഴ്സ്ഡ് ഓസിലേഷൻ ഉണ്ട്. വണ്ടി വരുന്നു, വണ്ടി പോകുന്നു. ഓക്കെ. ഡെറിവേഷൻ ഓഫ് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ, പിന്നെ ഫോഴ്സ്ഡ് ഓസിലേഷൻ, എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് രണ്ടെണ്ണം. ഒരെണ്ണം സിമ്പിൾ പെൻഡുലം, ഒന്ന് ലോഡഡ് സ്പ്രിങ്ങിന്റെ അതിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നു. ഇത് രണ്ടും ഓസിലേഷനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യങ്ങൾ കൊണ്ട് ഓസിലേഷൻസ് കംപ്ലീറ്റ്. അന്നേരം ഇന്ന് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. അന്നേരം അടുത്ത ദിവസം ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മോഷൻ ഇൻ എ പ്ലെയിൻ അന്നേരം ആ ചാപ്റ്ററിലോട്ട് കയറും. അടുത്ത ദിവസം ചൊവ്വാഴ്ച. പിന്നെ ഈ കാര്യം ശ്രദ്ധിക്കുക, കമന്റ്സിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ക്ലാസ് മതിയോ? കൂടുതൽ പേര് കമന്റ് ഇടുന്നതായിരിക്കാൻ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. യൂട്യൂബിനകത്ത് കമന്റ് ഇട്ടാൽ മതി, കമന്റ്സിനകത്ത് കമന്റ്സ് ഇടുക. ചൊവ്വയും വ്യാഴവും ശനിയും വേണം. പക്ഷെ അന്നേരം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ നല്ല ശതമാനം പേരും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, മോഷൻ ഓസിലേഷൻസ് ഒന്നും മോഷൻ സ്ട്രെയിറ്റ് ലൈൻ ഒന്നും കണ്ട് വരുന്നതേ ഉള്ളൂ. അന്നേരം നിങ്ങൾ അത് ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. ഞാൻ ചാപ്റ്റർ തീർത്തോളാം, പക്ഷെ നിങ്ങൾക്ക് തീർക്കാനുള്ള സമയം, പഠിക്കാനുള്ള സമയം കിട്ടണം. അത് ഉറപ്പായിട്ടും വേണം. അതുകൊണ്ടാണ് ഞാൻ ചൊവ്വയും ശനിയാക്കി ഇപ്പൊ മാറ്റിയിരിക്കുന്നത്. മൊത്തവും സ്കിപ്പ് ചെയ്യാതെ പോർഷൻസ് ഇനി കാണാൻ പഠിക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതാണ്. എല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം നല്ലപോലെ. മാമന്റെ മക്കൾ ഇതൊന്നും മറക്കരുത് കേട്ടോ. നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്ത ദിവസം കാണാം. ഗിരീഷ് സാർ സൈനിങ് ഓഫ്.